ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ 6 ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ തുടർച്ചയായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ജേണൽ എൻട്രീസ് എങ്ങനെയാണ് എഴുതുന്നത്, റീവാലുവേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ കൂടെ ക്യാപിറ്റൽ അക്കൗണ്ട്സും ബാലൻസ് ഷീറ്റും ഉൾപ്പെടെയുള്ള എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു വലിയ പ്രോബ്ലമാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സുകൾ റിട്ടയർമെൻറ്റ് ഡിസൊല്യൂഷൻ പോലുള്ള ക്ലാസ്സുകൾ എളുപ്പമായിരിക്കും. അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ മാത്രമേ ആ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾക്ക് കാണുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കാം. പ്ലസ് ടു അക്കൗണ്ടൻസി എന്ന പ്ലേലിസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഐ ബട്ടൺ, ഡിസ്ക്രിപ്ഷൻ, എൻ്റെ സ്ക്രീൻ തുടങ്ങിയ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ പറ്റുമെങ്കിൽ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാക്സിമം ആളുകൾ ഇത് കാണുന്നുണ്ടെന്ന് കാണുകയാണെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് അടുത്ത ക്ലാസ്സുമായിട്ട് വരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. അതിനനുസരിച്ചായിരിക്കും വരും ക്ലാസ്സുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ക്വസ്റ്റ്യൻ നോക്കുക. ഫോളോവിങ് ഈസ് ദി ബാലൻസ് ഷീറ്റ് ഓഫ് എ ആൻഡ് ബി ഹു ഷെയർ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. എയും ബിയും ഓൾഡ് പാർട്ണേഴ്സ് ആണ്. ഒരു പുതിയ പാർട്ണറെ സിയെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ തന്നിരിക്കുന്ന റേഷ്യോ, രണ്ടുപേരുടെയും റേഷ്യോ നൽകിയിരിക്കുന്നത് ഓൾഡ് റേഷ്യോ ആണ്. ബാലൻസ് ഷീറ്റ് ഓഫ് എ ആൻഡ് ബി ഓൺ April 1, 2015 ഈ നിലവിലുള്ള എ ആൻഡ് ബിയുടെ പാർട്ണേഴ്സിൻ്റെ ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് നമുക്ക് നൽകിയിട്ടുണ്ട്. ലൈബിലിറ്റി സൈഡിൽ ഐറ്റംസ് നൽകിയിട്ടുണ്ട്. എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഇപ്പോഴുള്ള ബാലൻസ് നൽകിയിട്ടുണ്ട്. കൂടാതെ അവരുടെ വേരിയസ് അസറ്റ്സ് ബാലൻസ് ഷീറ്റിൽ നൽകിയിട്ടുണ്ട്. ഓൺ ദാറ്റ് ഡേറ്റ് സി ഈസ് അഡ്മിറ്റഡ് ഇൻ ടു പാർട്ണർഷിപ്പ് ഓൺ ദി ഫോളോവിങ് ടേംസ്. സി ഈസ് ടു ബ്രിങ് ഇൻ ₹15,000. ഇപ്പോൾ സി എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പുതിയ പാർട്ണർ വരുമ്പോൾ അയാൾ ഒരു ക്യാപിറ്റലിൻ്റെ വിഹിതം നൽകേണ്ടതുണ്ട്. ഇപ്പോൾ സി ഈസ് ടു ബ്രിങ് ഇൻ ₹15,000 ആസ് ക്യാപിറ്റലാണ് അല്ലേ. ഇപ്പോൾ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എത്രയാണ്? 15,000 നോട്ട് ചെയ്യുക. ആൻഡ് ₹5,000 ആസ് പ്രീമിയം. പ്രീമിയം എന്ന് ഉദ്ദേശിക്കുന്നത് ഗുഡ്വില്ലിനെയാണ് അല്ലേ. ഇപ്പോൾ ഗുഡ്വില്ലായിട്ട് അയാൾ എത്രയാണ് കൊണ്ടുവരുന്നത്? 5,000 കൊണ്ടുവരുന്നുണ്ട്. ഫോർ ഗുഡ്വിൽ ഫോർ 1/6 ഷെയർ അല്ലേ. അയാളുടെ ഷെയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1/6 ആണ്. ഇനി കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നൽകിയിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന അവസാനം റെക്കോർഡ് ജേണൽ എൻട്രീസ്. ജേണൽ എൻട്രി എഴുതണം. പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട്, പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കണം. ആൻഡ് ന്യൂ ബാലൻസ് ഷീറ്റ്, പുതിയ ബാലൻസ് ഷീറ്റ്, അതായത് സിയും കൂടി ഉൾപ്പെടെയുള്ള ഒരു പുതിയ ബാലൻസ് ഷീറ്റ്, അയാൾ അഡ്മിറ്റ് ചെയ്തതിനു ശേഷമുള്ള പുതിയ ബാലൻസ് ഷീറ്റ് നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് പറയുന്നത് പ്രിപ്പയർ നെസസറി ജേണൽ എൻട്രീസ് ആൻഡ് ഓൾസോ പ്രിപ്പയർ നെസസറി അക്കൗണ്ട്സ് എന്ന് മാത്രം പറഞ്ഞേക്കാം അല്ലേ. റിവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടുമാണ് പ്രധാനപ്പെട്ട അക്കൗണ്ട്സ്. ക്യാഷിൽ കൂടുതൽ ട്രാൻസാക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് നമുക്ക് തയ്യാറാക്കി നോക്കേണ്ടി വരും. ഇപ്പോൾ ഇത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ക്യാഷ് അക്കൗണ്ട് പ്രത്യേകം തയ്യാറാക്കിയില്ലെങ്കിൽ നമുക്ക് ക്യാഷിൻ്റെ ബാലൻസ് അടുത്ത ബാലൻസ് ഷീറ്റിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ പുതിയ ബാലൻസ് ഷീറ്റ് നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ ഇത് നമുക്ക് ജേണൽ എൻട്രീസ് എഴുതി തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്ന് കാണുന്നതിന് വേണ്ടി ക്വസ്റ്റ്യൻ ഇവിടെ ചെറുതായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആദ്യം നമുക്ക് തയ്യാറാക്കേണ്ടത് ജേണൽ എൻട്രീസ് ആണല്ലേ. അപ്പോൾ ജേണൽ എൻട്രീസിയുടെ ഫോർമാറ്റ് വരയ്ക്കുക. ഡേറ്റ് 2015 April 1. 2015 April 1 നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം, ഇടപാടുകളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇടപാടുകൾ എല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഡേറ്റ് വ്യത്യാസമൊന്നുമില്ല, 2015 April 1 തന്നെയാണ്. അപ്പോൾ താഴോട്ട് അടുത്ത ജേണൽ എൻട്രീസിന് വേണ്ടി പ്രത്യേകം ഞാൻ ഡേറ്റ് എഴുതുന്നതല്ല, എല്ലാ ഡേറ്റും ഒന്നാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യത്തെ നമ്മൾ എഴുതേണ്ട ജേണൽ എൻട്രി എന്ന് പറയുന്നത് നോക്കുക. സി ഈസ് ടു ബ്രിങ് ഇൻ ₹15,000. ക്യാപിറ്റൽ സി കൊണ്ടുവരുന്നതിന് ജേണൽ എൻട്രിയാണ് എഴുതേണ്ടത് അല്ലേ. ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിന് ജേണൽ എൻട്രി, ഒപ്പം തന്നെ നമുക്ക് ഒരു കോമ്പൗണ്ട് എൻട്രി ആയിട്ട് ഗുഡ്വിൽ കൊണ്ടുവരുന്ന ജേണൽ എൻട്രിയും വേണം നമുക്ക് ഒരുമിച്ച് എഴുതാം അല്ലേ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്നാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിൻ്റെ ജേണൽ എൻട്രി. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ എന്നാണ് ഗുഡ്വിൽ കൊണ്ടുവരുന്നതിൻ്റെ ജേണൽ എൻട്രി അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ ടു ഗുഡ്വിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോമ്പൗണ്ട് എൻട്രി ആയിട്ട് ഈ രണ്ട് എമൗണ്ട് കൂടെ കാണിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞ് 20,000 ഡെബിറ്റ് ചെയ്യുക. എത്രയാണ്? 15,000ഉം 5,000 കൂട്ടുമ്പോഴാണ് 20,000 വരിക അല്ലേ. അപ്പോൾ രണ്ട് കൂടി ക്യാപിറ്റലായിട്ടും ഗുഡ്വിലായിട്ടും കൂടി എത്ര രൂപ കൊണ്ടുവന്നിട്ടുണ്ട്? 20,000 മൊത്തം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇനി നമുക്ക് എത്രയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ക്യാപിറ്റൽ എത്രയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് ക്രെഡിറ്റ് ചെയ്യണം. ഗുഡ്വിൽ എത്രയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും നമുക്ക് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ടു ക്യാപിറ്റൽ അക്കൗണ്ട്, ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ എത്രയാണ്? 15,000 ആണ്. ടു ഗുഡ്വിൽ അക്കൗണ്ട് 5,000 ആണല്ലേ. അപ്പോൾ അതിൻ്റെ നറേഷനായിട്ട് ബ്രോട്ട് ക്യാഷ് ആസ് ക്യാപിറ്റൽ ആൻഡ് ഗുഡ്വിൽ.
ഗുഡ്വില്ലായിട്ടും ക്യാപിറ്റലായിട്ടും ക്യാഷ് കൊണ്ടുവന്നു. ഇനി നമുക്ക് ഈ ഒരു ജേണൽ എൻട്രി നമുക്ക് ക്ലോസ് ചെയ്യാം. അടുത്ത ജേണൽ എൻട്രി എന്താണ്? ഗുഡ്വില് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഗുഡ്വില് ഓൾഡ് പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഓൾഡ് പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. അത് ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ജേണൽ എൻട്രി ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് അല്ലേ. അപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട റേഷ്യോ എന്ന് പറയുന്നത് സാക്രിഫൈസിങ് റേഷ്യോ ആണ്. ഇപ്പോൾ ഇവിടെ ഇത് ഓൾഡ് റേഷ്യോ 3:2 അല്ലേ. നമുക്കൊരു പുതിയ ന്യൂ റേഷ്യോ പ്രത്യേകം എടുത്ത് തന്നിട്ടില്ലാത്തത് കൊണ്ട്, അപ്പോൾ അങ്ങനെ പ്രത്യേകം ന്യൂ റേഷ്യോ പറഞ്ഞിട്ടില്ല എങ്കിൽ ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും സാക്രിഫൈസിങ് റേഷ്യോ എന്നുള്ളത് റേഷ്യോകൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പഠിപ്പിച്ച ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓൾഡ് റേഷ്യോ തന്നെയാണ് സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ ഈ 3:2 നമുക്ക് ഈ ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് 5,000 ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ജേണലിൻ്റെ എങ്ങനെ വരിക? ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് എത്രയാണ്? 5,000 ആണ് അല്ലേ. 5,000 ഡെബിറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് എയ്ക്കും ബിക്കുമായിട്ട് ഈ ഒരു ഗുഡ്വില്ലിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് 5,000ൻ്റെ 3/5, 3 + 2 എന്ന് പറയുന്നത് 5 ആണ് അല്ലേ. അപ്പോൾ 5 അടിയിലിടുക. ആദ്യത്തെ ആൾക്ക് 3/5ഉം രണ്ടാമത്തെ ആൾക്ക് 2/5ഉം. അപ്പോൾ എയ്ക്ക് 3/5 ഓഫ് 5,000 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3,000 വരും. ബിക്ക് 2/5 ഓഫ് 5,000 2,000 വരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഗുഡ്വിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ജേണൽ എൻട്രി ഗുഡ്വിൽ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ജേണൽ എൻട്രി എഴുതുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, ഇവിടെ ഗുഡ്വിൽ അക്കൗണ്ടിന് നമുക്കിവിടെ ക്രെഡിറ്റ് വന്നിട്ടുണ്ട് അല്ലേ. അടുത്ത ജേണൽ എൻട്രിയിൽ ഗുഡ്വിൽ അക്കൗണ്ടിന് ഡെബിറ്റ് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഗുഡ്വിൽ അക്കൗണ്ട് ഇവിടെ ക്യാൻസലായി പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി പുതിയ ബാലൻസ് ഷീറ്റ് നമ്മൾ വരയ്ക്കുമ്പോൾ ഗുഡ്വിൽ അക്കൗണ്ട് എഴുതണ്ടേ എന്നൊരു സംശയം ചിലപ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സംശയിക്കേണ്ട ആവശ്യമില്ല. ഗുഡ്വില്ലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തത്, അടുത്ത ജേണൽ എൻട്രിയിൽ നമ്മളതിനെ ഡെബിറ്റ് ചെയ്തത് ക്യാൻസലായി പോയിട്ടുണ്ട്. അപ്പോൾ അത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ആ തുല്യമായിട്ടുള്ള എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുക. പിന്നെ ഗുഡ്വിൽ അക്കൗണ്ട് പുതിയ ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടതില്ല എന്നുള്ളത് ഇപ്പോഴൊന്ന് ഓർത്തിരുന്നേക്കുക. അപ്പോൾ ഇതിൻ്റെ നറേഷനോടെ എഴുതുക, ഗുഡ്വിൽ ട്രാൻസ്ഫേർഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി സാക്രിഫൈസിങ് റേഷ്യോ അല്ലേ. സാക്രിഫൈസിങ് റേഷ്യോയിലേക്ക് ഗുഡ്വിൽ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തത് നോക്കാം. ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഈസ് റെഡ്യൂസ്ഡ് ബൈ 10%. സ്റ്റോക്ക് 10% കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്റ്റോക്ക് എന്ന് പറയുന്നത് അസറ്റ് ആണെന്ന് മനസ്സിലാക്കണം. സ്റ്റോക്കിൻ്റെ വാല്യൂ 10% കുറഞ്ഞു എന്നാണ് അല്ലേ, റെഡ്യൂസ് ചെയ്തു. ഒപ്പം തന്നെ വൈൽ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് എന്ത് സംഭവിച്ചു? അപ്രീഷിയേറ്റഡ് ബൈ 10%. അപ്രീഷിയേറ്റഡ് എന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് എന്നാണ് അർത്ഥം. അതിൻ്റെ വില കൂടിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്കിൻ്റെ വില കുറഞ്ഞു 10%, ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വില കൂടിയിട്ടുണ്ടല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഓർക്കുക, റീവാലുവേഷൻ അക്കൗണ്ടിൽ നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത് എന്താണ്? റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം എന്ന് പറയുന്നത് അസറ്റ് കുറഞ്ഞാലും ലൈബിലിറ്റി കൂടിയാലും അല്ലേ. അസറ്റിൻ്റെ വിലയിൽ കുറവ് വന്നാലും ലൈബിലിറ്റി കൂടിയാലും നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇവിടെ ഒരു അസറ്റ് കുറഞ്ഞിട്ടുണ്ട് അല്ലേ, ഒരു അസറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അസറ്റ് കുറഞ്ഞതും ലൈബിലിറ്റി കൂടിയതുമായിട്ടുള്ള ഐറ്റംസ് ഇവിടെ തന്നിരിക്കുന്ന ഏതെല്ലാം ഉണ്ടോ അതിനെല്ലാം ഒരുമിച്ച് നമുക്ക് കോമ്പൗണ്ട് എൻട്രി ആയിട്ട് എഴുതി നമുക്ക് ഡെബിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ ജേണൽ എൻട്രിയിൽ അത് തീർന്നു കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞിട്ടുണ്ട്, ഈ ഒരു അസറ്റ് കൂടുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അത് നമുക്ക് അടുത്ത ജേണൽ എൻട്രിയിൽ എഴുതാം. ഫർണിച്ചർ ഈസ് റീവാല്യൂഡ് അറ്റ് ₹9,000. ഫർണിച്ചർ 9,000 വില എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ റീവാല്യൂഡ് എന്ന് വെച്ചാൽ ഫർണിച്ചറിൻ്റെ വില ഒന്നുകൂടെ നമ്മൾ വാല്യൂ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ വില 9,000 ആയിട്ട് കണ്ടു. അപ്പോൾ ഇവിടെ 9,000 കൂടിയെന്നോ 9,000 കുറഞ്ഞെന്നോ അർത്ഥമില്ല. ഇപ്പോൾ അതിൻ്റെ വില 9,000 ആണെന്നല്ലേ. അപ്പോൾ അത് കൂടുവാണോ കുറഞ്ഞോ ആണോ എന്ന് അറിയുന്നതിന് വേണ്ടി നമുക്ക് ഫർണിച്ചറിൻ്റെ പഴയ വില നോക്കണം അല്ലേ. ഫർണിച്ചറിൻ്റെ പഴയ വില എത്രയാണ്? 10,000 ആണല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ്? 1000 രൂപയുടെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് മനസ്സിലാക്കാം. ഇപ്പോഴത്തെ വില 9,000, പഴയ വില 10,000. അപ്പോൾ 1000 രൂപ കുറയാണ് ചെയ്തിരിക്കുന്നല്ലേ. അപ്പോൾ ഇവിടെ ഈ സ്റ്റോക്ക് കുറഞ്ഞ പോലെ തന്നെ മറ്റൊരു അസറ്റായിട്ടുള്ള ഫർണിച്ചറും കുറഞ്ഞിട്ടുണ്ട്. അടുത്ത ഐറ്റം നോക്കുക, ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ഈസ് ടു ബി ക്രിയേറ്റഡ് ഓൺ സൺട്രി ഡെപ്റ്റേഴ്സ്. സൺട്രി ഡെപ്റ്റേഴ്സിൽ നിൻ്റെ ഒരു പ്രൊവിഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സൺട്രി ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ അസറ്റാണ്, അതിന്മേൽ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അതായത് സൺട്രി ഡെപ്റ്റേഴ്സ് അത്രയും കുറഞ്ഞാണ് നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെയും അസറ്റിൽ കുറവ് സംഭവിച്ചിരിക്കുകയാണ് അല്ലേ. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ക്യാഷ് കിട്ടാനുള്ള നമുക്ക് തരാനുള്ള ആളുകളാണല്ലേ. നമുക്ക് ആരിൽ നിന്നാണ് ക്യാഷ് കിട്ടാനുള്ളത് ആ ആളുകളാണ് നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ അവർക്കൊരു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്, കുറച്ച് എമൗണ്ട് കിട്ടാനുണ്ട്, സംശയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് നമുക്ക് കിട്ടില്ല എന്ന അർത്ഥത്തിൽ നമുക്ക് എഴുതി വെക്കണം. അറ്റ് 5% സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ 5% എത്രയാണോ അത്രയാണ് നമുക്കിവിടെ എഴുതാനത്. അപ്പോൾ ഇവിടെയും എന്താണ്? അസറ്റ് കുറഞ്ഞിരിക്കുകയാണ് അല്ലേ.
ഇനി അടുത്ത ഐറ്റം നോക്കാം, നമുക്ക് വായിച്ച് നോക്കാം. ഇത് രണ്ട് ഐറ്റം ഇവിടെ തന്നിട്ടുണ്ടല്ലേ. ഒന്ന് ഡെപ്റ്റേഴ്സിൽ 5% കുറയണം. അടുത്തോടൊപ്പം തന്നെ ₹200 ഈസ് ടു ബി പ്രൊവൈഡഡ് ഫോർ ആൻ ഇലക്ട്രിസിറ്റി ബിൽ. അതായത് ഇലക്ട്രിസിറ്റി ബില്ലിന് വേണ്ടി ₹200 നമുക്ക് എമൗണ്ട് വകയിരുത്തേണ്ടതുണ്ട്. അതായത് അതിനർത്ഥം ഇലക്ട്രിസിറ്റി ബില്ല് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ആ ഒരു എമൗണ്ട് ₹200 കൂടെ നമുക്ക് ലൈബിലിറ്റി ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ആൻഡ് ₹200 ഈസ് ടു ബി പ്രൊവൈഡഡ് ഫോർ ആൻ ഇലക്ട്രിസിറ്റി ബിൽ. ഇലക്ട്രിസിറ്റി ബില്ല് മേലെ ₹200 നമുക്ക് കൊടുക്കാനുണ്ട് എന്ന അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആണ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഇലക്ട്രിസിറ്റി ബില്ലാണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് കൊടുക്കാനുള്ളത് എന്താണ്? ലൈബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ ഇതൊരു പുതിയ ലൈബിലിറ്റിയാണ് നമുക്ക് കരുതാം. ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കരുതാം. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് വർത്ത് ₹1,000 നോട്ട് മെൻഷൻഡ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു അസറ്റ് ഇവിടെ നൽകിയിട്ടില്ല അല്ലേ. അങ്ങനെ നൽകാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്, അത് കണക്കിലെടുക്കേണ്ടതുണ്ട്. അതായത് ഇത് അൺറെക്കോർഡഡ് അസറ്റ് ആണ്. അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ടെങ്കിൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് തുല്യമായിട്ട് കരുതേണ്ടതാണ് അല്ലേ. ഇനി എ ക്രെഡിറ്റർ ഓഫ് ₹100 ഈസ് നോട്ട് ലൈക്ലി ടു ക്ലെയിം ഹിസ് മണി. ക്രെഡിറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ അങ്ങോട്ട് കൊടുക്കാനുള്ളതിൽ ₹100 നമുക്ക് കുറച്ച് കൊടുത്താൽ മതി. ഈസ് നോട്ട് ലൈക്ലി ടു ക്ലെയിം, അവർ ഈ ₹100 അവകാശം ഉന്നയിക്കാൻ സാധ്യതയില്ല. നോട്ട് ലൈക്ലിറ്റി എന്ന് പറഞ്ഞാൽ സാധ്യതയില്ല. ടു ക്ലെയിം എന്ന് വെച്ചാൽ അവകാശവാദം ഉന്നയിക്കുക. അപ്പോൾ അതിനുള്ള സാധ്യതയില്ല. അപ്പോൾ ₹100 ക്രെഡിറ്റേഴ്സിൽ കുറഞ്ഞാൽ മതി അല്ലേ. ഇറ്റ് ഈസ് ടു ബി റിട്ടേൺ ഓഫ്, അത് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ ലൈബിലിറ്റി ക്രെഡിറ്ററിൽ കുറവ് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ അസറ്റ് കുറയുന്നതും ലൈബിലിറ്റി കൂടുന്നതും അതെല്ലാം ജേണൽ എൻട്രിയോടെ നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പോൾ അസറ്റ് കൂടുന്നത് മാത്രമല്ലെങ്കിൽ ആദ്യം എഴുതാം. നമുക്ക് ലൈബിലിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് പോലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് അതുണ്ടായിരിക്കുന്നത് നമുക്ക് മറ്റൊരു ജേണൽ എൻട്രി ആയിട്ടും എഴുതാം. അപ്പോൾ ആദ്യം എഴുതേണ്ടത് അതാണ്. ആദ്യം എടുക്കേണ്ടത് സ്റ്റോക്ക് ഈസ് റെഡ്യൂസ്ഡ് ബൈ 10% അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു തവണ എടുത്തു കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് ബാലൻസ് ഷീറ്റിലും ഇതിൻ്റെ വ്യത്യാസം കാണിക്കേണ്ടതാണ് അല്ലേ. ഒരു തവണ എടുത്തു കഴിയുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് വയ്ക്കുക. രണ്ടാമത് എടുക്കുമ്പോൾ നിങ്ങളതിനെ ക്രോസ് ചെയ്യാം. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇതും ചെയ്ത് പഠിക്കുക. അപ്പോൾ എല്ലാ ഐറ്റവും നമ്മൾ എടുത്തു എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. ഇപ്പോൾ ഞാനിത് ഒരു തവണ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് വാല്യൂ ഓഫ് സ്റ്റോക്ക് ഈസ് റെഡ്യൂസ്ഡ് ബൈ 10% എന്ന് പറയുമ്പോൾ സ്റ്റോക്കിൻ്റെ വില 10% കുറഞ്ഞു. അപ്പോൾ സ്റ്റോക്കിൻ്റെ വില എത്രയാണെന്ന് നോക്കണം. സ്റ്റോക്കിൻ്റെ വില 15% ആണല്ലേ. സ്റ്റോക്ക് എന്ന് പറയുന്നത് 15,000 ആണല്ലേ. 15,000. ഇപ്പോൾ ഈ 15,000ൻ്റെ 10% കണ്ടുപിടിക്കണം. 15,000ൻ്റെ 10% എത്രയാണ്? 1,500 ആണല്ലേ. അപ്പോൾ അതാണ് കുറഞ്ഞിരിക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ റീവാലുവേഷൻ അക്കൗണ്ടിൽ എഴുതാവുള്ളൂ എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഒരിക്കലും ഈ സ്റ്റോക്കിൻ്റെ വാല്യൂ 15,000 ഇവിടെ എഴുതാൻ പാടില്ല. 15,000ൽ നിന്ന് 1,000 കുറച്ചിട്ട് 13,500 നമുക്കിവിടെ റീവാലുവേഷൻ അക്കൗണ്ടിൽ എഴുതാൻ പാടില്ല. അപ്പോൾ എത്രയാണോ കുറഞ്ഞത് അത് മാത്രമേ രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ജേണൽ എൻട്രിയിലും എഴുതേണ്ടത് അല്ലേ. അപ്പോൾ എമൗണ്ട് എങ്ങനെ നോക്കുക? റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ, നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. കാരണം എന്താണ്? താഴെയുള്ള അസറ്റ് കുറയുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ നമുക്ക് അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ജേണൽ എൻട്രിയിൽ ആ അസറ്റ്സിനെ എല്ലാം ക്രെഡിറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് അത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റത്തിൽ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ ജേണൽ എൻട്രി ഓർത്തിരിക്കുക. റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ, അതിൻ്റെ എമൗണ്ട് നമുക്ക് എഴുതാം. അതിനു മുമ്പായിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് നമുക്കൊന്ന് എഴുതി വയ്ക്കാം. ടു സ്റ്റോക്കിൽ എത്രയാണ്? 1,500 ആണ് അല്ലേ. 15,000ൻ്റെ 10% 1,500 ക്രെഡിറ്റ് ചെയ്യുക. ഇനി അടുത്ത ഐറ്റം എന്താണ്? അടുത്ത് ഫർണിച്ചറിൻ്റെ വില കുറഞ്ഞിരിക്കുകയാണ് അല്ലേ. ഫർണിച്ചർ ഈസ് റീവാലുവേറ്റഡ് ₹9,000 ആണ്. ഫർണിച്ചറിൻ്റെ വില 10,000 ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫർണിച്ചറും എത്രയാണ്? അതിൻ്റെ വില എത്രയാണ് കുറഞ്ഞിരിക്കുന്നത് അത് മാത്രമേ എഴുതാവുള്ളൂ. 10,000ൽ നിന്ന് 9,000 ആയി. അപ്പോൾ 1,000 ആണ് കുറഞ്ഞിരിക്കുന്നത് അല്ലേ. 1,000 നമുക്ക് എഴുതാം. ഇനി പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫണ്ട് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ അസറ്റ് കുറയുകയാണ്. ഫണ്ട് ഡെപ്റ്റേഴ്സിൻ്റെ 5%, ഫണ്ട് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് എത്രയാണ്? 12,000 ആണല്ലേ. 12,000ൻ്റെ 10% 1,200 ആണ്. അതിൻ്റെ പകുതി 600 ആണ്. 5% അല്ലേ. അപ്പം നമ്മൾ മനസ്സിൽ തന്നെ കണക്കൂട്ടിയെടുക്കാവുന്ന ദിവസമേ ഉള്ളൂ. ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് 600 അല്ലേ. ഇപ്പോൾ ഇത്രയും ക്രെഡിറ്റ് ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇത് കോമ്പൗണ്ട് ജേണൽ എൻട്രി ആണ്. ക്രെഡിറ്റ് വന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാവരും കൂട്ടി വേണം നമുക്ക് ഡെബിറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി അല്ലേ. ഇപ്പോൾ ഇതെല്ലാം കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുക? 3,100 ആണ് ലഭിക്കുക. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് അറ്റ് 2 സ്റ്റോക്ക്, ഫർണിച്ചർ, പ്രൊവിഷൻ തുടങ്ങിയ ഐറ്റംസ് എല്ലാം ഒരുമിച്ച് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത്രയും അസറ്റ്സിൽ ഡിക്രീസ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഡിക്രീസ് ചെയ്ത അസറ്റുകൾ ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ ക്രെഡിറ്റ് ചെയ്ത ഐറ്റംസ് എല്ലാം റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് നമുക്ക് കൊണ്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നറേഷൻ എഴുതാവുന്നതാണ്. ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് അസറ്റ്, അസറ്റിൻ്റെ വാല്യൂവിൽ ഡിക്രീസ് സംഭവിച്ചിരിക്കുന്നു. ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമുക്ക് വേണമെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ. പ്ലാന്റ് ആൻഡ് മെഷീനറി ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്?
പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പ്ലാന്റ് ആൻഡ് മെഷീനറിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് അപ്രീഷിയേറ്റഡ്. പ്ലാന്റ് ആൻഡ് മെഷീനറി കൂടിയിരിക്കുകയാണ് അല്ലേ? പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ എമൗണ്ട് 10% കൂടിയിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി 30,000 അതിൻ്റെ 10% വെച്ചാൽ 3,000 ആണല്ലേ? അപ്പോൾ എത്രയാണ് കൂടിയിരിക്കുന്നത് അത് മാത്രമേ എഴുതാവുള്ളൂ. അത് 3,000 നമുക്ക് ഡെബിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ അസറ്റിനെ ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? റീവാലുവേഷൻ അക്കൗണ്ടിൽ നമുക്ക് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ക്രെഡിറ്റ് ചെയ്യേണ്ടതുള്ളത് കൊണ്ടാണ് നമ്മൾ ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ, പ്ലാന്റ് ആൻഡ് മെഷീനറിയെ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ഇത് പോകുന്നതായിരിക്കും അല്ലേ? അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ₹1,000 നോൺ മെൻഷൻ ഇൻ ബാലൻസ് ഷീറ്റ് അല്ലേ? ഇതുവരെയും ഇല്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അൺറെക്കോർഡഡ് അസറ്റ് ആണ്. അൺറെക്കോർഡഡ് അസറ്റ് എന്ന് വെച്ചാൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് തുല്യമാണ്. ഇപ്പോൾ ഒരു പുതിയ ഒരു അസറ്റിൻ്റെ വില കൂടുകയോ അല്ലെങ്കിൽ ഒരു പുതിയ അസറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയോ റെക്കോർഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരേ എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ? അത് 1,000 ആണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കുക, ടു റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് പോകേണ്ടതിനാണ് റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ അസറ്റ് കൂടുമ്പോൾ, അസറ്റ് കുറയുമ്പോൾ, ലയബിലിറ്റി ഉണ്ടാകുമ്പോൾ, ലയബിലിറ്റി കുറയുമ്പോൾ അതെല്ലാം എവിടെയാണ്? റീവാലുവേഷൻ അക്കൗണ്ടിലാണ് നമുക്ക് എഴുതേണ്ടത്. അതിനുവേണ്ടിയാണ് നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് അല്ലേ? അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ 4,000 നമ്മൾ രണ്ടുകൂടെ കൂട്ടി 4,000 ക്രെഡിറ്റ് കൊടുത്തു. അതിനുശേഷം ഇൻക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് അസറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ജേണൽ എൻട്രി എഴുതിയിരിക്കുന്നതെന്നുള്ള നറേഷനും കാണിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെയാണ് എടുത്തിരിക്കുന്നത്? പ്ലാന്റ് ആൻഡ് മെഷീനറി എടുത്തിട്ടുണ്ടല്ലേ? അതെടുത്തപ്പോൾ ഒന്ന് വരയ്ക്കുന്ന കാര്യം ഓർക്കുക. ഒപ്പം തന്നെ നമ്മൾ ഫർണിച്ചർ എടുത്തിട്ടുണ്ട്, അത് വരയ്ക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മറന്നു പോകരുത്. പ്രൊവിഷനും ഇൻവെസ്റ്റ്മെൻറ്റും അതുകൂടെ നമ്മൾ വരച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്കിവിടെ നോക്കാനുള്ളത് എന്താണ്? ഇലക്ട്രിസിറ്റി ബില്ല് അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണല്ലേ? അപ്പോൾ ലയബിലിറ്റി ഇവിടെ ഇൻക്രീസ് ചെയ്യാണ്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണല്ലേ? ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴും റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക? റീവാലുവേഷൻ അക്കൗണ്ട് അറ്റ് ടു എത്രയാണ്? 200 രൂപയാണ് പുതിയ ലയബിലിറ്റി അല്ലേ? അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് അറ്റ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് ഇലക്ട്രിസിറ്റി എക്സ്പെൻസ്, പുതിയൊരു എക്സ്പെൻസ് ആണ്. അത് നമ്മൾ കൊടുക്കാത്ത, ഇതുവരെയും കൊടുത്തിട്ടില്ലാത്ത എമൗണ്ട് ആണ്. അതുകൊണ്ട് നമുക്ക് അതിനെ ഔട്ട്സ്റ്റാൻഡിംഗ് ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് എന്ന് അക്കൗണ്ടിൽ നമുക്ക് വേണം ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ 200 രൂപ അതും എഴുതേണ്ടതാണ്. അപ്പോൾ ഓക്കെ, നമുക്കതിനൊരു വര കൊടുക്കുന്നു. ഇൻക്രീസ് ഇൻ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് നമ്മൾ പറയുന്നു. അടുത്തത് സൺട്രി ക്രെഡിറ്ററിൽ 100 രൂപയുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. സൺട്രി ക്രെഡിറ്റർ എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. ഇപ്പോൾ 100 രൂപ ലയബിലിറ്റി കുറയുമ്പോൾ, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ 100 രൂപ ക്രെഡിറ്റർ എന്ന വരിയിൽ നമുക്ക് ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് ചെയ്യേണ്ടതുണ്ട്. സൺട്രി ക്രെഡിറ്റർ അക്കൗണ്ട് ഡെറ്റർ 100 രൂപ ടു റീവാലുവേഷൻ അക്കൗണ്ട് 100 രൂപ അല്ലേ? ലയബിലിറ്റി ഡിക്രീസ്ഡ്, ഇവിടെ ലയബിലിറ്റിയിൽ കുറവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള നറേഷനിലും കാണിക്കാം. ഇപ്പോൾ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ജേണൽ എൻട്രികൾക്കും അതിനാവശ്യമായിട്ടുള്ള എല്ലാ ജേണൽ എൻട്രികളും നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നമുക്കിനി റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കിയിട്ട് അതിന് ഒന്നുകിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ നമുക്കത് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾ ജേണൽ എൻട്രിയിൽ ഒരു ജേണൽ എൻട്രി എഴുതാനുള്ള, ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ജേണൽ എൻട്രി എഴുതാനുള്ള സ്പേസ് ഇവിടെ വിടുക. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് എഴുതിയതിന് ശേഷം എത്ര രൂപയാണ് ലോസ് അല്ലെങ്കിൽ എത്ര രൂപയാണ് പ്രോഫിറ്റ് എന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ജേണൽ എൻട്രി എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതങ്ങനെ ബ്ലാങ്ക് ആയിട്ട് തന്നെ ഇടുക. അടുത്ത നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാം. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ എഴുതിയ ജേണൽ എൻട്രികളൊക്കെ നമുക്ക് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും സ്റ്റോക്ക് ഇവിടെ 10% കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് എവിടെയാണ് എഴുതേണ്ടത്? ഡെബിറ്റ് സൈഡിലാണ് അല്ലേ? അപ്പോൾ അസറ്റ് കുറയുമ്പോൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം, ലയബിലിറ്റി കൂടിയാലും ഡെബിറ്റ് സൈഡിൽ എഴുതണം അല്ലേ? പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ത് സംഭവിച്ചു? പ്ലാന്റ് ആൻഡ് മെഷീനറി കൂടുകയാണ് 10%. അപ്പോൾ 3000 രൂപയാണ് കൂടിയത്. നമ്മൾ ജേണൽ എൻട്രിയിൽ എഴുതിയ ഇതേ എമൗണ്ട് തന്നെയാണ് ഇങ്ങോട്ട് എഴുതേണ്ടത്. പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഫർണിച്ചറിന് എന്ത് സംഭവിച്ചു? 9000 ആയി എന്ന് പറയുമ്പോൾ 1000 രൂപ അവിടെ കുറഞ്ഞിരിക്കുകയാണ് അല്ലേ? അതുകൊണ്ട് അസറ്റ് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി പ്രൊവിഷൻ എന്ന് പറയുന്നത് 600 രൂപ, അവിടെയും അസറ്റ് കുറഞ്ഞിരിക്കുകയാണ് അല്ലേ? ഫണ്ട് ഡെപ്റ്റേഴ്സിൽ 5% കുറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ ലയബിലിറ്റി കൂടി എന്ന അർത്ഥത്തിൽ നമുക്കിതിനെ എടുക്കാവുന്നതാണ്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതേ പേരിൽ തന്നെ ഡെബിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മൾ ഫണ്ട് ഡെപ്റ്റേഴ്സ് എന്ന പേരിൽ തന്നെയല്ല എഴുതേണ്ടതെന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക. അടുത്തത് നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ഇലക്ട്രിസിറ്റി ലയബിലിറ്റി ഉണ്ടായിട്ടുണ്ട് അല്ലേ? 200 രൂപയുടെ ഔട്ട്സ്റ്റാൻഡിംഗ്
ലൈബിലിറ്റി നമ്മളിവിടെ അക്കൗണ്ടിലേക്ക് കൊള്ളിച്ചിട്ടുണ്ട്. അത് നമുക്ക് ലൈബിലിറ്റി കൂടുമ്പോഴും റിവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇൻവെസ്റ്റ്മെൻറ്റ് 1000 അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ് 1000 പുതിയൊരു അസറ്റാണ് അല്ലേ. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് തുല്യമാണ് അല്ലേ. അൺറെക്കോർഡ് അസറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് 1000 അത് നമുക്കിവിടെ കാണിക്കാം. ഇനി ഫണ്ട് ക്രെഡിറ്റേഴ്സിൽ 100 രൂപയുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ, അത് നമ്മൾ ജേണലിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലൈബിലിറ്റി കുറയുകയാണ് അല്ലേ. അസറ്റ് ഇൻക്രീസ് ചെയ്താലും ലൈബിലിറ്റി കുറഞ്ഞാലും നമുക്കിവിടെ റിവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം, അത് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്കിത് ബാലൻസ് ചെയ്ത് നോക്കാം. ബാലൻസ് ചെയ്യുമ്പോൾ രണ്ട് സൈഡും കൂട്ടി നോക്കുക. ഇപ്പോൾ ഇവിടെ 3000ഉം 1000ഉം 4000ഉം 4100 ലഭിക്കും അല്ലേ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ 1500ഉം 1000 2500ഉം 3100ഉം 3300 അല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം കൂടുതലുള്ള ടോട്ടൽ നമുക്ക് രണ്ട് ഫയൽ എഴുതണം അല്ലേ. 4100 നമ്മൾ രണ്ട് ഫയൽ എഴുതുന്നു. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ് നമുക്കിവിടെ കാണിക്കേണ്ടത്. കുറവുള്ള സൈഡിൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എഴുതേണ്ടതുണ്ട്. ആ ഡിഫറൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്സിലേക്കാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്സിലേക്ക്, എയ്ക്കും ബിക്കും ഉള്ള ക്യാപിറ്റൽ അക്കൗണ്ട്സിലേക്ക് ഇവിടെ കിട്ടുന്ന ഈ വ്യത്യാസം. അപ്പോൾ റിവാലുവേഷൻ പ്രോഫിറ്റ് ആണ് അല്ലേ. അതായത് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ റീവാലുവേഷൻ ലോസ് ആണ്. ഇവിടെ ക്രെഡിറ്റ് സൈഡ് കൂടുതലായതുകൊണ്ട് അതിൻ്റെ ബാലൻസ് എഴുതുന്നത് ഡെബിറ്റ് സൈഡിലാണ്. ഇവിടെ കുറവുള്ള സൈഡിലാണ് എഴുതേണ്ടത് അല്ലേ. അക്കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നവർക്ക്. ഇപ്പോൾ എയും ബിയുമാണ് ഓൾഡ് പാർട്ട്നേഴ്സ് അല്ലേ. എയ്ക്കും ബിക്കും മാത്രമേ ഇവിടെ വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും സി എന്ന് പറയുന്നത് പുതിയ പാർട്ണർ അല്ലേ. അപ്പോൾ ഇതുവരെയുള്ള റിവാലുവേഷൻ്റെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അത് ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെയും കുട്ടികൾ തെറ്റിക്കാൻ സാധ്യതയുള്ള സി എന്ന് പറയുന്ന ആൾ കൂടി ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അഡ്മിഷൻ്റെ സമയത്ത് ഒരിക്കലും റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും പുതിയ പാർട്ണർ കൂടി ഡിവൈഡ് ചെയ്യരുത്. അത് ഓൾഡ് പാർട്ട്നേഴ്സിന് എയ്ക്കും ബിക്കും മാത്രമേ കൊടുക്കാവുള്ളൂ അല്ലേ. എമൗണ്ട് എത്രയാണ്? 800 ആണല്ലേ. 4100ഉം 3300ഉം തമ്മിലുള്ള വ്യത്യാസം 800 ആണ്. അതായത് വലിയ ടോട്ടലിൽ നിന്ന് ഈ ചെറിയ ടോട്ടൽ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഇത് ആഡ് ചെയ്തെടുത്തപ്പോൾ, ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട് നമ്മൾ 3300 രൂപ കുറച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 800 ആണ് അല്ലേ. ഇത് 800 ആണ് റീവാലുവേഷൻ പ്രോഫിറ്റ്. ഈ 800നെയാണ് നമുക്ക് എയ്ക്കും ബിക്കുമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര രൂപ വരുന്നു? 480 രൂപ വരും ആദ്യത്തെ ആൾക്ക്. അത് 800 × 3/5 ഓൾഡ് റേഷ്യോയിലാണല്ലേ. അടുത്ത ആൾക്ക് 320 രൂപ വരും. 800 × 2/5 480ഉം 320ഉം കൂട്ടുമ്പോൾ ഈ 800 കിട്ടുന്ന രീതിയിൽ ഇത് ഇന്നർ കോളത്തിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കാണിക്കുക. ഇപ്പോൾ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് ഇത്രയേ ഉള്ളൂ. റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് റീവാലുവേഷൻ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മുമ്പ് നമ്മളൊരു ജേണൽ എൻട്രി എഴുതാനുള്ള സ്പേസ് വിട്ടിരുന്നു അല്ലേ. അവിടെ ആ ജേണൽ എൻട്രി നമുക്ക് ഫില്ല് ചെയ്യാന്നുള്ളതാണ് അടുത്ത നടപടി. അത് നമുക്ക് പൂർത്തിയാക്കാം. റിവാലുവേഷൻ അക്കൗണ്ട് ലെറ്റർ 800 ടു എസ് ക്യാപിറ്റൽ ബിസ് ക്യാപിറ്റൽ 480 320 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളവർക്ക്. ഇപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ഈ എസ് ക്യാപിറ്റൽ ബിസ് ക്യാപിറ്റൽ നമ്മൾ എഴുതിയിരുന്നത് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ജേണൽ എൻട്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ നമുക്ക് ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ക്രെഡിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എസ് ക്യാപിറ്റൽ ബിസ് ക്യാപിറ്റൽ എന്ന് എഴുതാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എമൗണ്ട് നമുക്ക് എഴുതാണ്ട് വരും അല്ലേ. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതാൻ അർത്ഥം എന്താണ്? അവർക്ക് 480ഉം 320 രൂപയും അവർക്ക് കിട്ടി എന്നുള്ളതാണ്. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് അത്രയും ഇൻക്രീസ് ചെയ്തു എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ അതിനുവേണ്ടിയാണ് റിവാലുവേഷൻ പ്രോഫിറ്റ് നമുക്ക് എഴുതുമ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് ടു എസ് ക്യാപിറ്റൽ ബിസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. അതായത് എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മളിപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് അടുത്തായിട്ട് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കേണ്ട ഈ ഒരു പ്രോഫിറ്റ് 480ഉം 320ഉം 480 രൂപ എയുടെ എമൗണ്ട് കോളത്തിലും 320 രൂപ ബിയുടെ ക്യാപിറ്റൽ എമൗണ്ട് കോളത്തിലും ക്രെഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ അതിനുള്ള ജേണൽ എൻട്രിയാണ് എഴുതിയിരിക്കുന്നത്. പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ട്രാൻസ്ഫേർഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ഓൾഡ് റേഷ്യോ. പിന്നെ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ബാലൻസ് ഷീറ്റ് പറഞ്ഞിരിക്കുന്ന എയുടെയും ബിയുടെയും ക്യാപിറ്റലിൻ്റെ എമൗണ്ടാണ്. അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് സി എന്ന് പറയുന്ന പുതിയ പാർട്ണറും ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് സിക്ക് കൂടെ ഒരു എമൗണ്ട് കോളം നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഫോർമാറ്റ് വരയ്ക്കുക. ഡേറ്റും പർട്ടിക്കുലേഴ്സും എ ബി സി എന്ന് പറയുന്ന 3 എമൗണ്ട് കോളങ്ങൾ അല്ലേ. 3 പാർട്ണേഴ്സ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ എയും ബി സി എന്ന് പറയുന്ന 3 എമൗണ്ട് കോളങ്ങൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിലും കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ട് ഫോർമാറ്റ് നമുക്ക് വരയ്ക്കാം. ഇപ്പോൾ 3 എമൗണ്ട് കോളങ്ങൾ കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ചെയ്യേണ്ടത് ഈ എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ്. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ഫയലാണ് എഴുതേണ്ടത്. കാരണം ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്.
അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഈ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുക. എഴുതേണ്ടത് ബാലൻസ് BD എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓപ്പണിംഗ് ബാലൻസ് എഴുതുമ്പോൾ എഴുതുന്നത് എങ്ങനെയാണ്? ബാലൻസ് BD. അപ്പോൾ ബാലൻസ് BD എന്ന് പറഞ്ഞുകൊണ്ട് എക്ക് 30,000 ബിക്ക് 20,000 എഴുതുക. ഇവിടെ സിക്ക് ഓപ്പണിംഗ് ബാലൻസ് ഇല്ല, കാരണം സി ഈ വർഷം അഡ്മിറ്റ് ആയോളൂ അല്ലേ. അപ്പോൾ അയാൾ ക്യാഷ് കൊണ്ടുവന്നതായിട്ട്, ക്യാപിറ്റലിന് വേണ്ടി ക്യാഷ് കൊണ്ടുവന്നതായിട്ടുള്ള ജേണൽ എൻട്രി നമ്മൾ എഴുതിയതാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കുന്നത് എത്ര രൂപയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? 15,000 അല്ലേ. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞ് 15,000 അയാളുടെ കോളത്തിൽ ഇതിൻ്റെ നേരെ നമുക്ക് കാണിക്കാം. അടുത്തത് ഗുഡ്വിൽ കൊണ്ടുവന്നത് നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഗുഡ്വിൽ എന്നുള്ളത് ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് എന്ന പേരിൽ തന്നെ നമുക്ക് ഡെബിറ്റ് ചെയ്യാം. ക്യാഷ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഗുഡ്വിൽ എന്ന് കാണിക്കുക. അപ്പോൾ അതായത് ഗുഡ്വിൽ കൊണ്ടുവന്ന എമൗണ്ട് ആണ് ഓൾഡ് പാർട്ട്നേഴ്സിന് ക്രെഡിറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. അപ്പോൾ അത് എയുടെ കോളത്തിൽ 3,000 ബിയുടെ കോളത്തിൽ 2,000 സി കൊണ്ടുവന്ന ഗുഡ്വിൽ നമ്മൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അടുത്തത് റീവാലുവേഷൻ അക്കൗണ്ട് പ്രോഫിറ്റ് എഴുതണം അല്ലേ. നമ്മൾ അവസാനം എഴുതിയ ജേണൽ എൻട്രി അല്ലേ. അപ്പോൾ അത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് റീവാലുവേഷൻ പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി മറന്നു പോയത് 480 320. അപ്പോൾ ഇത്രയും ഉള്ളൂ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് എഴുതാൻ നമുക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടെങ്കിലും ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യേണ്ട ഒരു അക്കൗണ്ടാണ്. ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ് പുതിയ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ എമൗണ്ട് ആയിട്ട് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അപ്പോൾ ഈ എമൗണ്ട് കോളങ്ങളെല്ലാം കൂട്ടുക. എമൗണ്ട് കോളങ്ങൾ കൂട്ടി എക്കും ബിക്കും സിക്കും എഴുതുക. അതിനുശേഷം ഇതേ എമൗണ്ട് തന്നെ, ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതേ എമൗണ്ട് തന്നെ ബാലൻസ് CD എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ കാണിക്കേണ്ടതുണ്ട്. ഡെബിറ്റ് സൈഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചതിന് ശേഷം അതിൻ്റെ ബാലൻസ് ഇവിടെ എഴുതുമായിരുന്നു. ഇവിടെ ഒരു ഐറ്റവും ഇല്ലാത്തതുകൊണ്ട് ഇതേ എമൗണ്ട് തന്നെയായിരിക്കും ബാലൻസ് CD എന്ന പേരിൽ വരിക. അപ്പോൾ ഇതേ ടോട്ടൽ തന്നെ ഇവിടെയും എഴുതുക. അതിനുശേഷം ബാലൻസ് CD എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ എമൗണ്ട് തന്നെ ഇവിടെയും കാണിക്കുക. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ്, പുതിയ ബാലൻസ് ഷീറ്റ് നമ്മളിപ്പോൾ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടത് A 33,480, B 22,320, C 15,000. 15,000 രൂപയാണ് അയാൾ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് 15,000 രൂപയാണ് നമുക്കിവിടെ അയാളുടെ ക്യാപിറ്റലായിട്ട് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. പുതിയ ബാലൻസ് ഷീറ്റാണ് വരയ്ക്കേണ്ടത്. എക്കും ബിക്കും സിക്കും കൂടി പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്തതിന് ശേഷമുള്ള പുതിയ ബാലൻസ് ഷീറ്റ് വരയ്ക്കണം. അപ്പോൾ അത് നമുക്ക് അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് വരച്ചതിന് ശേഷം അസറ്റ് സൈഡിലുള്ള കാര്യങ്ങൾ ആദ്യം ഒന്ന് എഴുതാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ തന്നിരിക്കുന്ന അസറ്റ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അസറ്റിൻ്റെ വില കൂടിയിട്ടുണ്ടെങ്കിൽ എത്രയാണോ ഇപ്പോഴത്തെ വില അതാണ് ഇവിടെ എഴുതേണ്ടത്. അസറ്റിൻ്റെ വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണോ കുറഞ്ഞു പോയിരിക്കുന്നത് അതിന് ശേഷമുള്ള വാല്യൂ ആണ് ഇവിടെ എഴുതേണ്ടതെന്നുള്ളത് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷിൻ്റെ ഇപ്പോഴത്തെ വില എത്രയായിരിക്കും? ക്യാഷ് എന്ന് പറയുന്നത് 3,000 രൂപയായിരുന്നു നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. 3,000 രൂപ കയ്യിലുണ്ട്. അതിൻ്റെ കൂടെ 15,000 രൂപ സി ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു, 5,000 രൂപ പ്രീമിയം ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ മൊത്തം ക്യാഷിൻ്റെ വില എത്രയായിട്ടുണ്ട്? അങ്ങനെ നമുക്ക് മനസ്സിൽ തന്നെ അത് കണക്കൂട്ടിയെടുക്കാവുന്നുള്ളൂ. ക്യാഷിൻ്റെ മറ്റ് ട്രാൻസാക്ഷൻസ് ഒന്നും ഈ പ്രോബ്ലത്തിൽ ഇല്ലാത്തതിനാണ്ട് പ്രത്യേകിച്ച് ക്യാഷ് അക്കൗണ്ട് നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഇങ്ങോട്ട് കൂട്ടിയെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ 3,000 പ്ലസ് നോക്കുക. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് 3,000 രൂപ പ്ലസ് 15,000. 3,000 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓൾറെഡി നമുക്ക് കയ്യിലുള്ള ക്യാഷ് ബാലൻസ്. 15,000 എന്ന് പറയുന്നത് പുതിയ പാർട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ എമൗണ്ട്. 5,000 എന്ന് പറയുന്നത് പുതിയ പാർട്ണറുടെ പ്രീമിയത്തിൻ്റെ എമൗണ്ട്. അപ്പോൾ ഇതോട് മൂന്നോളം കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 23,000 രൂപയാണ് പുതിയ ക്യാഷ് ബാലൻസ് ലഭിക്കുക അല്ലേ. ഇനി നമുക്ക് സ്റ്റോക്കിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്, 10% കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂ 10% കുറഞ്ഞിട്ടുണ്ട്. ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ 12,000 നിന്ന് എത്രയാണ്? അതിൻ്റെയും നിശ്ചിത പെർസെൻറ്റേജ് പ്രൊവിഷനായിട്ടും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കുറച്ചതിന് ശേഷം ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് 12,000 മൈനസ് 600. 600 5% നമ്മൾ കുറച്ചിരിക്കുന്നത്. ജേണൽ എൻട്രിയിൽ 600 നമ്മൾ എഴുതിയിട്ടുണ്ടല്ലേ. അത് കുറച്ചതിന് ശേഷമുള്ള 11,400 എഴുതുക. സ്റ്റോക്കിൻ്റെ വില 15,000 നിന്ന് 1,500 കുറഞ്ഞിട്ട് ബാക്കിയുള്ള 13,500 എഴുതുക. ഫർണിച്ചറിൻ്റെ വില പുതിയ വാല്യൂ ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഫർണിച്ചറിൻ്റെ വില എത്രയായിട്ടാണ് കാണപ്പെട്ടിരിക്കുന്നത്? 9,000 രൂപയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് 9,000 രൂപ തന്നെ എഴുതേണ്ടതാണ്. അപ്പോൾ റീവാല്യൂ ചെയ്തപ്പോൾ പുതിയ വാല്യൂ എന്ന് പറയുന്നത് 9,000. പുതിയ വാല്യൂ ആണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ 9,000 രൂപ ഇവിടെ എഴുതണം. ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറി 30,000 കൂടെ 10% അപ്രീസിയേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ 33,000 അവിടെ കാണിക്കേണ്ടതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പുതിയ ഇതുവരെ രേഖപ്പെടുത്താത്തതാണ്, നമ്മൾ രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് സൈഡിൽ അതും കാണിക്കണം, 1000 രൂപ അല്ലേ. ഇനി നമുക്ക് ഇവിടെ ലയബിലിറ്റി സൈഡിലേക്ക് പോവുക. ക്രെഡിറ്റേഴ്സിൽ നിന്ന് 100 രൂപ കുറച്ച് 20,000 നിന്ന് 100 രൂപ കുറച്ച് 20,000 എഴുതുന്നതിൻ്റെ വാല്യൂ 100 രൂപ കുറച്ചിട്ട് വേണം എഴുതാൻ 19,900. ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് വേറൊരു ലയബിലിറ്റി ഇടുന്നുണ്ട് അല്ലേ. പുതിയൊരു ലയബിലിറ്റി വന്നിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ബില്ല്, ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബില്ല് അല്ലേ. പുതിയൊരു ലയബിലിറ്റിയാണ് 200 രൂപ. അത് നമുക്ക് കാണിക്കേണ്ടതുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി 200. ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതണം. ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പഴയ ബാലൻസ് ഷീറ്റിലെ ഈ എമൗണ്ട് അല്ല,
നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പുതിയ ബാലൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ, 3 പേരുടെയും കൂടി ബാലൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് എഴുതേണ്ടത്. അപ്പോൾ എയ്ക്കും ബിക്കും സിക്കും ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് അത് 3 പേരുടെ എടുത്ത് എഴുതുക. എന്നിട്ട് 2 സൈഡും കൂട്ടി നോക്കുക. 2 സൈഡും കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ശരിയാണെങ്കിൽ 2 സൈഡും ടാലി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 90,900 ആണ് 2 സൈഡിലും കിട്ടുക. അപ്പോൾ ഇതാണ് ഒരു പാർട്ണർഷിപ്പ് അക്കൗണ്ടിൽ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു രീതി. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ പഠിച്ച് ചെയ്തു പോവുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ചിലപ്പോൾ റിസർവ് പോലുള്ള ഐറ്റംസ് വന്നേക്കാം. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറ്റുമെങ്കിൽ ഉടനെ തന്നെ വേറൊരു രീതിയിലുള്ളൊരു ക്ലാസ് കൂടെ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ പോലെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുവഴി കൂടുതൽ വ്യൂ ഉണ്ടാകട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ പുതിയ ക്ലാസ്സുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.